ഇത്തിരി മെനക്കെട്ടാലും നമുക്ക് വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു തമ്പനയിൽ യൂട്യൂബ് തന്നെ കാണിച്ചു തരും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാ ക്രിയേറ്റേഴ്സിനും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണെന്നൊക്കെ വിചാരിക്കില്ലേ, തമ്പനയിലിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് ക്ലിക്ക് ത്രൂ റേറ്റ് തരുന്നത് തന്നെ തമ്പനയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഏകദേശം ഒരു 10-40 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിലിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലരും തമ്പനയിൽ കൊടുക്കാറില്ലേ, ചില സമയത്ത് ക്ലിക്ക് ആകാറുണ്ട്, ചില സമയത്ത് ക്ലിക്ക് ആകാറില്ല. ചിലപ്പോൾ നല്ല കണ്ടൻറ് ആണെങ്കിലും നമ്മുടെ തമ്പനയിൽ മോശമായതുകൊണ്ട് നമ്മുടെ വീഡിയോ റെക്കമെൻഡിലേക്ക് പോകത്തില്ല. ചിലപ്പോൾ കണ്ടൻറ്റ് മോശമായാൽ എന്താണ് തമ്പനയിൽ കണ്ടിട്ട് ആളുകൾ കയറി വരാറുണ്ടല്ലേ, പക്ഷേ പകുതി വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ടല്ലേ. തമ്പനയിൽ കണ്ടിട്ടാണ് വീഡിയോ എനിക്ക് വന്നത് എന്ന് നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ച് തരും, അടിയിലായിട്ട് പറയാറുണ്ടല്ലേ. അപ്പോൾ നല്ല തമ്പനയിലൊക്കെ ആണെങ്കിൽ വെൽഡൻ, അതേപോലെ വീഡിയോ നല്ലതായിരിക്കണം, വെൽഡൻ എന്നൊക്കെ കാണിക്കില്ലേ. അപ്പോൾ ഈ തമ്പനയിൽ കൊടുക്കുമ്പോൾ എല്ലാവരും ഒരു തമ്പനയിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒരു തമ്പനയിലല്ല കേട്ടോ ഒരു സമയം കൊടുക്കാൻ പറ്റുന്നത്, 3 തമ്പനയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഒരു തമ്പനയിൽ കൊടുത്തു, വീഡിയോ എന്താണ് സ്ട്രക്കായി അങ്ങനെ തന്നെ നിന്നു, നമ്മുടെ തമ്പനയിൽ മോശമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കാണുമല്ലേ. നമ്മൾ പല തമ്പനയിലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർ ചേഞ്ച് ചെയ്യത്തില്ല. ഞാനൊക്കെ പല പ്രാവശ്യം ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ തമ്പനയിൽ. അപ്പോൾ നമുക്ക് 2 തമ്പനയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും, ഇന്ന തമ്പനയിലാണ് നല്ലത്. നമുക്കൊരു 13 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് എന്താണ് റണ്ണിങ് ചെയ്യും. 3 തമ്പനയിൽ, ഓരോ തമ്പനയിൽ വെച്ച് റണ്ണിങ് ചെയ്യും. ഏത് തമ്പനയിലാണ് കൂടുതലായിട്ട് ആളുകൾ വാച്ച് ചെയ്യുന്നത് ആ തമ്പനയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായോ? അത് നിങ്ങൾക്കറിയോ എന്ന് എനിക്കത് അറിയത്തില്ല. അത് പക്ഷേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, യൂട്യൂബിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറ്റത്തില്ല. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും, മറ്റേ ക്രോമിലൂടെ മൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട്. അല്ലാതെ ക്രോമിലൂടെ മൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ തമ്പനയിൽ സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ക്രോമിലൂടെ മൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ തമ്പനയിൽ സെക്ഷനിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. നമുക്ക് നേരെ മൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം YT സ്റ്റുഡിയോയിൽ പോവാം. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ CTR കുറഞ്ഞ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് YT സ്റ്റുഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും വീഡിയോ സെക്ഷനിൽ ഇങ്ങനെ ഓരോ തമ്പനയിൽ ഡൗൺ ആയി കിടക്കുന്ന വീഡിയോസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നന്നായിട്ട് ഡൗൺ ആയിട്ടൊരു ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. തമ്പനയിൽ ഇംപ്രഷൻ നന്നായിട്ട് ഡൗൺ കേട്ടോ. CTR ആണ് കാണിക്കാറുള്ളത്, കണ്ടില്ലേ. ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് പറഞ്ഞാൽ തമ്പനയിലിൻ്റെ ഇംപ്രഷനാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡൗൺ ആണ്, 4ൽ കുറവ്, 4 അതിൻ്റെ ആരോ ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് ടെസ്റ്റിന് വിടാം കേട്ടോ. 3 തമ്പനയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ക്രോമിലൂടെ പോയി YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ക്രോമിലൂടെ പോയിട്ട് ഇല്ലെങ്കിൽ ഗൂഗിളിൽ പോയാലും മതി, YT studio.in അടിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അനലിറ്റിക്സ് YT സ്റ്റുഡിയോ അനലിറ്റിക്സ് അടിച്ചു കൊടുത്താലും ഓപ്പൺ ആയി വരും കേട്ടോ. നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. അപ്പോൾ വീഡിയോ സെക്ഷൻ എടുക്കുക. അപ്പോൾ ഞാൻ അവിടെ കാണിച്ച വീഡിയോ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം തമ്പനയിൽ കാണിക്കും, കണ്ടില്ലേ. അപ്പോൾ ഈ തമ്പനയിലിൻ്റെ അവിടെ സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 3 ഡോട്ട് കാണും. അപ്പോൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്ത് തമ്പനയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ചെയ്യാം, അല്ലാതെ ഡൗൺലോഡ് അടിയിൽ ഏറ്റവും അവസാനമായിട്ട് ടെസ്റ്റ് കമ്പാരിസൺ ഇത് കാണും. അപ്പോൾ നമുക്ക് ടെസ്റ്റിന് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2 കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി കണ്ടില്ലേ പ്ലസ്, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഏതെങ്കിലും തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തപ്പി കണ്ടുപിടിക്കാൻ വയ്യ, ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതോ. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് 2 തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷൂട്ടിലുണ്ടാകും നോക്കാം കേട്ടോ നമ്മുടെ. അപ്പോൾ നമുക്ക് ഏതിലാണോ പോകേണ്ടത് അതിൽ പോയി നോക്കാൻ പറ്റും കേട്ടോ ഇതിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇൻഷൂട്ടിൽ പോയി നോക്കാം. അപ്പോൾ ചെയ്ത് വെച്ചത് ഏതെങ്കിലും
ഒന്ന് എടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലാതെ കറക്റ്റായിട്ടുള്ള തമ്പനെയിൽ അല്ലാതെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ തമ്പനെയിലുണ്ട്, ഡിലീറ്റ് ചെയ്യാതെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഡണ്ണൊന്നും കൊടുക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നാലും ഒന്ന് സെലക്ട് ചെയ്തിട്ടേ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. അപ്പോൾ ഇവിടെ വരും, കണ്ടില്ലേ, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഇനി ഒന്നുകൂടെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇത് ഇപ്പുറത്തെ ഒരു പ്ലസ് കാണും. അപ്പോൾ ആ പ്ലസ്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ 2 കൂടി ആഡ് ചെയ്യാം. അങ്ങനെ 3 ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് കേട്ടോ. ഇതൊന്നും പലരും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് മടിയാണ്, നമ്മൾ 3 ചെയ്ത് വെച്ച് പിന്നെ ആഡ് ചെയ്യണ്ടേ, ആകെ ചെയ്യാനേ വയ്യ, എങ്ങനെയും വ്യൂസ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഡൗൺ ആയോ എന്നൊക്കെ. അതുകൊണ്ടാണ് വ്യൂസ് സ്ട്രക്കായി നിൽക്കണമെന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വരുന്നുണ്ട്, കണ്ടില്ലേ, ഒന്നേ തെളിഞ്ഞ് വരും. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ 3 നമുക്ക് കൊടുക്കാൻ പറ്റും തമ്പനെയിൽ, കണ്ടില്ലേ. അപ്പോൾ എത്ര പേര് കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല. കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കൊടുക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഡണ്ണ് കൊടുക്കുക. ഞാനിപ്പോൾ ഡണ്ണ് കൊടുക്കുന്നില്ല, കാരണം ഞാനിത് ഒറിജിനൽ തമ്പനെയിലല്ലോ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് വെറുതെ കൊടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഡണ്ണ് കൊടുക്കുന്നില്ല. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവർ ഇങ്ങനെ 13 ദിവസം ഒന്ന് കാണിക്കും കേട്ടോ ടെസ്റ്റ്. അപ്പോൾ ഓരോന്നിനും ഓരോ പെർസെൻറ്റേജ് കാണിക്കും. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡണ്ണൊക്കെ കൊടുത്ത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു ചപ്പലിൻ്റെയാണ്. അപ്പോൾ അത് ഇതുപോലെ കൊടുത്ത ശേഷമുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റിനെ വിടും കേട്ടോ. അപ്പോൾ 3 വീഡിയോയ്ക്കും ഓരോ പെർസെൻറ്റേജ് കാണിക്കും. അപ്പോൾ ഇത് ഞാൻ കൊടുത്ത 3 തമ്പനെയിൽ കൊടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് എന്നിട്ട് കാണിക്കും, ടെസ്റ്റിൽ എത്രയാണ് വ്യൂസ് കിട്ടി പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ ടെസ്റ്റിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ 3 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 കാണിക്കും, കണ്ടില്ലേ. അപ്പോൾ ഓരോ പെർസെൻറ്റേജാണ് ഒന്ന് ടെസ്റ്റിന് വിട്ടപ്പോഴും കിട്ടിയത്, ഇത്ര പെർസെൻറ്റേജ് വ്യൂസ് കിട്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കിട്ടിയത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് 13 ദിവസമാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് ഏതെങ്കിലും കാണിച്ചു തരികയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പെർസെൻറ്റേജ് കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അവർ അത് 3 കൊടുത്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഏതാണ് കൂടുതൽ പെർസെൻറ്റേജ് വരുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഈ ചപ്പലിൻ്റെ തമ്പനെയിലാണ് 37 കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളും കൊടുക്കുക. അപ്പോൾ തമ്പനെയിലിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തിരി മെനക്കെട്ടാലും നമുക്ക് വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു തമ്പനെയിൽ യൂട്യൂബ് തന്നെ കാണിച്ചു തരും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട്. വ്യൂസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബർ വരും, അതേപോലെ തന്നെ വാച്ച് അവറും കൂടും. അപ്പോൾ നിങ്ങൾ തമ്പനെയിലൊക്കെ ഡൗൺ ആയി പോയി ഇനി ഒന്ന് ചെയ്യുന്നു പറഞ്ഞ് വിഷമിച്ച് ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.